വയനാട് ജില്ലയിലെ കൽപ്പറ്റ സ്വദേശിയായ മുഹമ്മദ് യാസീൻ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറും സഞ്ചാരിയുമാണ്. കഴിഞ്ഞ 4 വർഷമായി യൂട്യൂബിൽ അദ്ദേഹം വളരെ സജീവമാണ്. യൂട്യൂബിൽ അദ്ദേഹം 1000-ഓളം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 10 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സും അദ്ദേഹത്തിനുണ്ട്. മുഹമ്മദ് യാസീൻ അഫ്ഗാനിസ്ഥാനിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലീസും ക്രൈംബ്രാഞ്ചും ഇൻ്റലിജൻസ് വിഭാഗവും എത്തിച്ചേരുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനെ പുകഴ്ത്തി സംസാരിച്ച യാസീൻ തീവ്രവാദിയാണെന്ന് കേരളത്തിൽ ഒരു പ്രചാരണം നടന്നുവെങ്കിലും അഫ്ഗാനിസ്ഥാന് പുറത്തു വന്ന ശേഷം ആ രാജ്യത്തിനെതിരായി കൂടി സംസാരിച്ചതോടുകൂടി ഈ വിവാദം പെട്ടെന്ന് കെട്ടടങ്ങുകയും ചെയ്തു. യാസീൻ അഫ്ഗാനിസ്ഥാനെക്കുറിച്ച് 8ഓളം വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വീഡിയോ തന്നെ തംബ്നെയിൽ കൊടുത്തിട്ടുള്ളത് വെൽക്കം ടു അഫ്ഗാനിസ്ഥാൻ, ദ മോസ്റ്റ് ഡേഞ്ചറസ് കൺട്രി ഇൻ ദ വേൾഡ് എന്നാണ്. അദ്ദേഹം മസാറി ഷെരീഫിൽ പോയപ്പോൾ തീവ്രവാദികളുടെ കൂടെ ഫോട്ടോ എടുക്കുകയും അവരിൽ നിന്ന് തോക്കുകൾ ഉപയോഗിക്കുവാൻ പഠിക്കുകയും ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. താലിബാൻ പ്രവർത്തകർ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളുടെ ജീവിതം ദുസ്സഹമാണെന്നും 6ാം ക്ലാസ്സിലപ്പുറം പഠിക്കുവാൻ പെൺകുട്ടികൾക്ക് സാധിക്കുകയില്ലെന്നും യാസീൻ തുറന്നു പറയുന്നു. അച്ഛനും മകൾക്കും ഒന്നിച്ച് റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോലും അഫ്ഗാനിസ്ഥാനിൽ അനുവാദമില്ല. മതം കൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ഒരു ജനതയായി യാസീൻ അഫ്ഗാനികളെ വിലയിരുത്തുന്നു. സംഗീതം പോലും ഈ രാജ്യത്ത് നിഷിദ്ധമാണെന്ന് യാസീൻ ചൂണ്ടിക്കാണിക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ എത്തിയ ഉടനെ താലിബാൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് സൗഹാർദ്ദത്തോടു കൂടിയാണ് പെരുമാറിയത്. താലിബാൻ വളരെ സൗഹാർദ്ദമുള്ള ആൾക്കാരാണെന്നും ആർക്കും ഇവിടെ വരാമെന്നും മുഹമ്മദ് യാസീൻ കൂട്ടിച്ചേർത്തു. അദ്ദേഹം എത്യോപ്യയിൽ പോയപ്പോൾ ചുണ്ടുകൾ അലങ്കരിക്കുന്ന മുർഷി ട്രൈബിൻ്റെ കൂടെ സമയം ചെലവഴിച്ചു. യാസീൻ ടാൻസാനിയയിൽ പോയപ്പോൾ ഹഡ്സ വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗ്ഗക്കാരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും അവർ മരങ്ങളിലുള്ള പൊത്തുകളിൽ താമസിക്കുന്നതിനെക്കുറിച്ച് വർണ്ണിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും കൃഷി ചെയ്യാതെ വേട്ടയാടി മാത്രം ജീവിക്കുന്ന ഒരു ഹണ്ടർ ഗ്യാദറർ ഗോത്രവിഭാഗമാണ് ഹഡ്സ ട്രൈബ്. യാസീൻ ജോർദാനിൽ പോയപ്പോൾ ചാവുകടൽ സന്ദർശിക്കുകയും വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തു. അദ്ദേഹം റഷ്യയിൽ പോയപ്പോൾ അവിടെയുള്ള സാങ്കേതിക പുരോഗതി അദ്ദേഹത്തിൽ വലിയ മതിപ്പുണ്ടാക്കി. ഫോട്ടോഗ്രാഫറില്ലാത്ത ഓട്ടോമാറ്റിക് സ്റ്റുഡിയോവും അദ്ദേഹം റോഡ് വക്കിൽ കണ്ടെത്തി. പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുവാനും തൃപ്തികരമാണെങ്കിൽ പ്രിൻ്റ് ചെയ്തെടുക്കുവാനുമുള്ള സൗകര്യം ഈ മെഷീനിൽ ലഭ്യമാണ്. അദ്ദേഹം ഇന്തോനേഷ്യയിൽ പോയപ്പോൾ പട്ടിയിറച്ചി പൊരിച്ചു കൊടുക്കുന്ന റെസ്റ്റോറൻറ്റുകൾ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം ഉഗാണ്ടയിൽ പോയപ്പോൾ സാറാ ചേച്ചി എന്ന ഒരു ദരിദ്ര വനിതയെ പരിചയപ്പെടുകയും അവർക്ക് ക്രിസ്മസിന് അണിയുവാൻ വസ്ത്രങ്ങൾ നൽകുകയും ചെയ്തു. സാറാ ചേച്ചിയുടെ ദാരിദ്ര്യം മനസ്സിലാക്കിയ മലയാളികൾ 2 ലക്ഷത്തോളം രൂപ പിരിക്കുകയും യാസീൻ ഈ യുവതിക്ക് ഒരു വീട് വെക്കുവാനുള്ള ധനസഹായം നൽകുകയും ചെയ്തു. അദ്ദേഹം ചൈനയിൽ പോയപ്പോൾ മഞ്ഞ നിറമുള്ള മൊബൈൽ ചാർജിംഗ് യൂണിറ്റുകളും വെൻഡിംഗ് മെഷീനുകളും കണ്ടെത്തുകയുണ്ടായി. മൊബൈൽ പൂർണ്ണമായും ചാർജ് ചെയ്താൽ അടുത്ത ബസ് സ്റ്റേഷനിൽ വെച്ച് ഇത് മെഷീനിൽ തിരിച്ച് നിക്ഷേപിക്കുകയും ഡെപ്പോസിറ്റ് തിരിച്ചു വാങ്ങിക്കുകയും ചെയ്യാവുന്നതാണ്. മികച്ച സാങ്കേതികവിദ്യ ഇപ്പോൾ തന്നെ നിലവിൽ വന്ന ചൈനയിൽ ഡ്രൈവർലെസ് മെട്രോ വണ്ടികളും തലകുത്തനെ പോകുന്ന വണ്ടികളും യാസീൻ പ്രത്യേകം എടുത്തു കാണിക്കുന്നു. അദ്ദേഹം റുവാണ്ടയിൽ പോയപ്പോൾ ഗ്രാമങ്ങളിലെ കുട്ടികൾ ഫുട്ബോൾ ഇല്ലാത്തതുകൊണ്ട് തുണി കെട്ടിയുണ്ടാക്കിയ പന്ത് കൊണ്ടാണ് കളിക്കുന്നതെന്ന് മനസ്സിലാക്കി അവർക്കൊരു യഥാർത്ഥ ഫുട്ബോൾ സംഭാവന ചെയ്യുകയും ചെയ്തു. ആദ്യമായി യഥാർത്ഥ ഫുട്ബോൾ കളിച്ചപ്പോഴുള്ള കുട്ടികളുടെ ആനന്ദം അദ്ദേഹം പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ ട്രാഫിക് കുരുക്കുകൊണ്ട് വഴിയാധാരമായി പോയ യൂറോപ്യൻ ദമ്പതികളെ അദ്ദേഹം വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി സ്പൈസ്ലെസ് ബിരിയാണിയും ചിക്കൻ കറിയും ദോശയും കളിക്കൂടും ഞണ്ട് പൊരിച്ചതും കൊടുത്ത് സൽക്കരിച്ചു. അതുപോലെ വയനാട്ടിൽ സന്ദർശനം നടത്തിയ ഫെഡറിക് എന്ന ഇറ്റാലിയൻ യാത്രികനെ നോമ്പ് തുറക്കാൻ ക്ഷണിക്കുകയും കോഴിയിറച്ചിയും മുട്ടയും കൊണ്ടുണ്ടാക്കിയ പഫ്സും പക്കുവടയും നെയ്ച്ചോറും ദോശയും ഷമാം ജ്യൂസും നൽകി സൽക്കരിച്ചു. കേരളീയ ഭക്ഷണത്തിൻ്റെ രുചിയറിഞ്ഞ ഈ ഇറ്റലിക്കാരൻ എനിക്ക് ഇവിടെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നാണ് അന്വേഷിച്ചത്. യാസീൻ ഇറാനിൽ പോയപ്പോൾ നടപ്പാതകൾക്ക് താഴെയുള്ള ഖബർസ്ഥാനുകളും അവയ്ക്ക് മീതെ നടക്കുവാൻ അനുവാദം കൊടുക്കുന്ന അവരുടെ ആചാരവും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം ഉഗാണ്ടയിൽ പോയപ്പോൾ മറിയം ചേച്ചി എന്ന ഒരു യുവതിയെ പരിചയപ്പെടുകയും അവർക്ക് 44 കുട്ടികളുണ്ട് എന്ന അത്ഭുത വാർത്ത കേൾക്കുകയും ചെയ്തു. ഓരോ പ്രസവത്തിലും 4ഉം 5ഉം കുട്ടികൾ അവർക്കുണ്ടാവാറുണ്ട്. അദ്ദേഹം ഈജിപ്തിൽ പോയപ്പോൾ ഗ്രാമീണർ അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുകയും യഥാർത്ഥ ഈജിപ്ഷ്യൻ ഫുഡ് എന്താണെന്ന് മനസ്സിലാക്കുവാൻ അവസരം ലഭിക്കുകയും ചെയ്തു.
ഉരുളക്കിഴങ്ങ് കറിയും ചീരയും പയറുകറിയും കോഴിക്കറിയും വ്യത്യസ്തമായ പേരുകളിലും രുചികളിലുമാണ് ഈജിപ്ഷ്യൻ ഗ്രാമങ്ങളിൽ കാണുവാൻ പറ്റുന്നത്. യാസീൻ ബുറുണ്ടിയിൽ പോയപ്പോൾ ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യത്തിൽ ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് റോഡ് വക്കിലിരുന്ന് ആളുകൾ കുളിക്കുന്നതും സൈക്കിൾ ടാക്സിയിൽ യാത്ര ചെയ്യുന്നതും നേരിട്ട് കാണുവാനുള്ള അവസരമുണ്ടായി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്യുന്ന യാസീൻ നിഷ്കളങ്കമായ സമീപനവും പരുക്കനായ കാര്യങ്ങൾ നേരെ ചൊവ്വെ കാണിക്കുന്ന എഡിറ്റിംഗ് കുറഞ്ഞ വീഡിയോകളും കൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്.